സ്റ്റാർട്ട് ചെയ്യാം. അത് ഞാനൊരു ലീഫ് വരച്ച് കാണിക്കാം. ഓക്കെ, ഞാനിപ്പോൾ ഒരു ത്രീ പാറ്റേണിലുള്ള ലീഫ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് 3 പാറ്റേൺ വരുന്നുണ്ട്, 5 പാറ്റേൺ വരുന്നുണ്ട്, അതുപോലെ 7 പാറ്റേൺ വരുന്നുണ്ട്. ഇത്രയും പാറ്റേണിലാണ് നമ്മൾ ഇന്ന് ഫ്ലവർ പഠിക്കാൻ ലീവ്സ് പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം ചെയ്യുമ്പം മിസ് ഒന്നും കൂടി വരച്ച് കാണിച്ചു തരാം. എന്നിട്ട് എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞുതരാം. ഈ ഒരു രീതിയിൽ നമുക്ക് 3 പാറ്റേൺ ആയിട്ടുള്ള ലീഫ് കൊടുക്കാം. ഇത് എങ്ങനെയാണ് ചെയ്യാന്ന് വെച്ചാൽ, ഒരു ലീഫ് മാത്രം ഞാനിപ്പോൾ കാണിക്കുന്നുണ്ട്. അതായത് ഈ ഒരു ഷേപ്പാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, ഈ ഒരു ഷേപ്പാണ് വേണ്ടത്. അതുപോലെ തന്നെ ഇപ്പുറത്തെ വശത്തും സെയിം ആയിട്ട് തന്നെ ഇരിക്കണം. അതായത് ഇപ്പുറം എങ്ങനെയാണ് ഇതെങ്ങനെയാണോ ഉള്ളത് അതുപോലെ തന്നെ സൈഡിലുള്ളതും നിങ്ങൾക്ക് വേണം. അപ്പം ഇതിന് അറ്റാച്ച് ചെയ്തിട്ട് വേണം സൈഡിലുള്ളത് വരക്കാൻ വേണ്ടി. അതുപോലെ തന്നെ ഇതിൻ്റെ 2 ഭാഗവും ഷാർപ്പായിരിക്കണം. ഓക്കെ, ഒരിക്കലും സോഫ്റ്റ് ആവാൻ വേണ്ടി പാടില്ല. ഇതിൻ്റെ 2 എൻഡ് ഭാഗവും എന്താവണം, നമുക്ക് ഷാർപ്പായിട്ട് തന്നെ കിട്ടണം. ഫോർ എക്സാമ്പിൾ വേറൊരു മെത്തേഡാണെങ്കിൽ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഡോട്ടഡ് ലൈന് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഒരു വി പോലെ കൊടുക്കുക. ഓക്കെ, ഇങ്ങനെ കൊടുക്കുക. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക, ഈ താഴലും അതുപോലെ കൊടുക്കുക. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക, ഇവിടുന്ന് ജസ്റ്റ് ഒന്ന് ഇവിടെ സോഫ്റ്റ് ആക്കി എടുക്കുക. ഈ ഒരു ഭാഗത്ത് സോഫ്റ്റ് ആക്കി എടുക്കുക. ഇവിടെ ഈ ഒരു ഭാഗത്ത് ഒരിക്കലും സോഫ്റ്റ് ആക്കാൻ വേണ്ടി പാടില്ല. ഓക്കെ, ഇതാണ് ശരിക്കും ലീഫ്. ഇവിടെ എങ്ങനെയാണോ കൊടുത്തത് അതുപോലെ തന്നെ ഓപ്പോസിറ്റ് ആയിട്ടും കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഒരു ഡോട്ടഡ് ലൈന് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇവിടെ ഇങ്ങനെ കൊടുക്കുക, ഇവിടെ ഇങ്ങനെ കൊടുക്കുക. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. ഓക്കെ, 3 ലെയർ ആയിട്ടുള്ളത് ആണ് നമ്മൾ ഫസ്റ്റ് വരക്കുന്നത്. 3 ലെയർ ആയിട്ടുള്ളതെന്ന് വെച്ചാൽ ഒന്ന് ഈ ഒരു ഭാഗത്തും, ഒന്ന് ഇങ്ങോട്ട് ഭാഗത്തും, ഒന്ന് മിഡിൽ ഭാഗത്തും ആയിട്ടായിരിക്കും നമ്മൾ 3 ലെയർ ആയിട്ടുള്ള അല്ലെങ്കിൽ 3 പാറ്റേണിൽ ലീഫ് കൊടുക്കുക. ഓക്കെ, അപ്പം ഇങ്ങനെയൊക്കെ ഡോട്ടഡ് ലൈൻ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടും കേട്ടോ. ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ലീഫ് വരക്കാം. ഇതുപോലെ ഡോട്ടഡ് ലൈൻ ഇല്ലാണ്ട് നിങ്ങൾക്ക് വരക്കാൻ പറ്റുമെന്നെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ. ഓക്കെ, ഇതാണ് 3 പാറ്റേൺ ആയിട്ട് വരാം. ടച്ച് ചെയ്യാൻ വേണ്ടി പാടില്ല കേട്ടോ. അതുപോലെ 3 പാറ്റേൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 5 പാറ്റേണാണ് വരുന്നത്. സെയിം എങ്ങനെയാണോ 3 പാറ്റേൺ കൊടുത്തത് അതുപോലെ തന്നെയാണ് 5 പാറ്റേണും കൊടുക്കേണ്ടത്. ഇതുപോലെ ടച്ച് ചെയ്യാൻ വേണ്ടി പാടില്ല രണ്ടും. ഒന്നും
ഓക്കെ, ടച്ച് ചെയ്യാണ്ട് വേണം കൊടുക്കാൻ വേണ്ടിയിട്ട്. ആദ്യമൊന്നും നിങ്ങൾക്ക് ലെവലാവില്ല, പ്രാക്ടീസ് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് അത് ഓക്കെ ആയി വരും കേട്ടോ. ഇതുപോലെ 5 പാറ്റേൺ കൊടുക്കുക. നിങ്ങൾ എങ്ങനെ വരച്ചാലും കുഴപ്പമില്ല, പക്ഷേ ഒരു ലീഫ് എന്ന് പറയുന്ന സമയത്ത് എൻഡിങ്ങിലും ഇവിടെയും ഈ ഒരു ഭാഗത്തും ഷാർപ്പായിട്ട് കിട്ടണം. വേറെ എങ്ങനെ ചെയ്താലും നിങ്ങൾക്ക് പ്രശ്നമില്ല. കുറച്ച് മോഡേൺ ആക്കിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്താലും നിങ്ങൾക്ക് കുഴപ്പമില്ല. എൻ്റെ ഭാഗം എന്താവണം, ഷാർപ്പായിട്ട് കിട്ടണമെന്നേ ഉള്ളൂ. അപ്പം തന്നെ ലീഫാവും. നല്ല ഇങ്ങനെയൊക്കെ മോഡിഫൈ ചെയ്തിട്ടൊക്കെ ചെയ്യാം കേട്ടോ, നല്ല ഭംഗിയായിട്ട് കിട്ടും. അങ്ങനെ മോഡിഫൈ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ചെയ്തിട്ട് വരച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. കാണാനും നല്ല ഭംഗിയുണ്ടാവും അങ്ങനെ ചെയ്താൽ. ഓക്കെ, അപ്പോൾ ഇത് 5 പാറ്റേൺ ആണ്. ഓക്കെ, ഇത് 5 പാറ്റേൺ. ഇനി ഇതുപോലെ തന്നെയാണ് 7 പാറ്റേണും ചെയ്യേണ്ടത്. ഓക്കെ, 7 പാറ്റേൺ ആണ്.